Today we discuss about change in supply. Change in supply classified the determinants of supply into two categories: price and factors other than price. The change in price and factors other than price have varying consequence on the curve. അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ കേസിൽ നമ്മൾ കണ്ട പോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിമാൻഡ് കർവാണ് കണ്ടത്. ഡിമാൻഡ് കർവിലുള്ള ചേഞ്ച് ആണ്. ആ സെയിം തന്നെയാണ് സപ്ലൈ കർവിലുള്ള ചേഞ്ചും. സപ്ലൈ കർവിലുള്ള ചേഞ്ചിനെ നമ്മൾ ഇതുപോലെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവും മറ്റൊന്ന് മൂവ്മെന്റ് അലോങ് സപ്ലൈ കർവും. ഇവിടെയും നേരത്തെ പോലെ തന്നെ പ്രൈസും അതുപോലെ തന്നെ പ്രൈസ് അല്ലാതെ മറ്റുള്ള ഫാക്ടേഴ്സിൻ്റെയും ചേഞ്ച് കൊണ്ടാണ് സപ്ലൈയിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മൂവ്മെന്റ് ലോങ് ദ സപ്ലൈ കർവും മറ്റൊന്ന് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവുമാണ്. എന്താണ് മൂവ്മെന്റ് അലോങ് ദ സപ്ലൈ കർവ്? When the price of a commodity changes, other factors kept constant, the quantity supplied of a commodity changes suitably. This is because of the direct relationship between the two. This is known as a change in quantity supplied. നമുക്കറിയാം സപ്ലൈ, അതായത് ക്വാണ്ടിറ്റി സപ്ലൈയും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് റെഡിയാവും. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ പറയാം, പ്രൈസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് സപ്ലൈയിൽ വരുന്ന ചേഞ്ചാണ് നമ്മുടെ മൂവ്മെന്റ് അലോങ് ദ സപ്ലൈ കർവ്. പ്രൈസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണെന്ന് വെക്കുകയാണ്. പ്രൈസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈയിൽ വരുന്ന ചേഞ്ചാണ് നമ്മൾ മൂവ്മെന്റ് അലോങ് ദ സപ്ലൈ കർവിൽ പ്രസന്റ് ചെയ്യുന്നത്. Graphically, it causes movement along the supply curve. A change in price either causes supply curve to expand or contract. അപ്പോൾ നമുക്ക് പ്രൈസിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ എക്സ്പാൻഡ് ചെയ്യിക്കാം, അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യിക്കാം. പ്രൈസിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും സപ്ലൈയിൽ സംഭവിക്കുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുക? പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സപ്ലൈ എക്സ്പാൻഡ് ചെയ്യും. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്, മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അതിന് നമ്മൾ എക്സ്പാൻഷൻ ഇൻ സപ്ലൈ എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഇൻ സപ്ലൈ എന്ന് പറയും. അതേസമയം പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണ്, മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ ഡിക്രീസ് ചെയ്യും. അതിന് നമുക്ക് കോൺട്രാക്ഷൻ ഇൻ സപ്ലൈ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എക്സ്റ്റൻഷൻ ഇൻ സപ്ലൈയും കോൺട്രാക്ഷൻ ഇൻ സപ്ലൈ ആണ് മൂവ്മെന്റ് അലോങ് ദ സപ്ലൈ കർവിന്റെ രണ്ട് പാർട്ട്. ഇനി നമുക്കതിനെ രണ്ടും കൂടെ എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും ഒരുമിച്ച് ഒരു സിംഗിൾ ഡയഗ്രത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വരയ്ക്കേണ്ടത് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി അതെപ്പോഴും അങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. വൈ ആക്സിസിലെ പ്രൈസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിലെ പ്രൈസും മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട് സപ്ലൈ കർവ് വരച്ചു. സപ്ലൈ കർവിന്റെ ഷേപ്പ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് സപ്ലൈ കർവ് വരയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരു സപ്ലൈ കർവ് വരച്ചു. ആ സപ്ലൈ കർവിൽ നമുക്ക് റിലേഷൻഷിപ്പ് കാണിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ എടുത്ത പോയിന്റ് 16 എന്ന് പറയുന്ന ഒരു പ്രൈസിന്, ഒരു ഇക്വിലിബ്രിയം പ്രൈസ് പോലെ എടുത്തിരിക്കുകയാണ്. 16 എന്ന് പറയുന്ന പ്രൈസിൽ ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറയുന്നത് 55 ആണ് ക്വാണ്ടിറ്റി സപ്ലൈ. ദെൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്ത പോയിന്റ് കാണിക്കാനായിട്ട് 16 മുകളിൽ ഒരു 22 മാർക്ക് ചെയ്തു. ഏത് പോയിന്റ് വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഈ 16 എന്നുള്ളത് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒറിജിൻ മാർക്ക് ചെയ്യുക, O എന്ന് കൊടുക്കുക, ഇവിടെ P എന്ന് കൊടുക്കുക, ഇവിടെ Q എന്ന് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ മുകളിലേക്കുള്ള ഒരു ഡയറക്ഷൻ പ്രൈസ് ഇൻക്രീസ് കാണിക്കാനായിട്ട് P1 എന്ന് കൊടുക്കാം. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ P2 എന്ന് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഇവിടെ പ്രൈസ് ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹയർ പ്രൈസ് കാണിച്ചു. ഹയർ പ്രൈസ് ആണെന്ന് ന്യൂമറിക്കൽ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് 16, അടുത്ത് 22 എന്നുള്ള പ്രൈസ്. 22 എന്നുള്ള പ്രൈസ് വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? മാർക്കറ്റിൽ നോക്കുമ്പോൾ പ്രൈസ് കൂടുതലാണ്, ഈ സമയത്ത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പം അതുകൊണ്ട് തന്നെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സപ്ലൈ എത്രയായി? സപ്ലൈ 55 ആയിരുന്നു. അവിടെ നിന്ന് പ്രൈസ് 22 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സപ്ലൈ കർവിലേക്ക് ജോയിൻ ചെയ്യുക. താഴേക്ക് വരയ്ക്കുമ്പോൾ 75, അത്രയും ഒരു ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ദെൻ പ്രൊഡ്യൂസേഴ്സ് എക്സ്റ്റെൻഡ് ദ സപ്ലൈ. പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ എക്സ്പാൻഡ് ചെയ്തു,
ഈ ഒരു പോയിന്റ് വരെ സപ്ലൈ എക്സ്പാൻഡ് ചെയ്ത് 75 എന്നുള്ള ലെവലിലേക്ക് ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോർഷൻ, അതായത് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഇക്വിലിബ്രിയം തൊട്ട് ഇവിടം വരെയുള്ള ഒരു പോർഷനാണ് എക്സ്റ്റൻഷൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ആരോ മാത്രം ഇതിലേക്ക് കാണിക്കാം. ഓക്കെ, ഇനി സെയിം ലൈൻ, അതായത് ഈ ഒരു സപ്ലൈ കർവിൽ തന്നെയാണ് നമ്മൾ കോൺട്രാക്ഷൻ കാണിക്കാൻ പോകുന്നത്. കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, പ്രൈസ് 16 എന്നുള്ള പ്രൈസിൽ നിന്ന് പ്രൈസ് ഫോൾ ചെയ്ത് പ്രൈസ് 12 ആയി, അതായത് പ്രൈസ് കുറഞ്ഞു എന്ന് കാണിക്കുകയാണ്. പ്രൈസ് കുറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? സപ്ലൈയും കുറയ്ക്കും അല്ലേ? സപ്ലൈയും പ്രൈസും റിലേഷൻഷിപ്പ് എന്താണ്? ഡയറക്റ്റ് റിലേഷൻ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, ഒന്ന് കുറയുമ്പോൾ അടുത്തതും കുറയും. അപ്പോൾ പ്രൈസ് കുറഞ്ഞു, അതനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈയും കുറഞ്ഞു. അപ്പോൾ ഈ ഒരു ആരോ കാണിച്ചിരിക്കുന്ന നോക്കി, ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ആരോ കാണിച്ചു. ഇതാണ് കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ അലോങ് ദ സപ്ലൈ കർവ്. കോൺട്രാക്ട് ചെയ്തു, സപ്ലൈ കോൺട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ മൂവ്മെന്റ് അലോങ് ദ സപ്ലൈ കർവ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഷിഫ്റ്റ് ഓഫ് ദ സപ്ലൈ കർവ്. ഡിമാൻഡിന്റെ കേസിൽ കണ്ട പോലെ തന്നെ ഷിഫ്റ്റ്, സപ്ലൈ കർവിൽ ഷിഫ്റ്റ് എങ്ങനെയാണ്? സപ്ലൈ കർവിൽ ഷിഫ്റ്റ് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? പ്രൈസിന്റെ കേസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പറയുന്നത് മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി സപ്ലൈയിൽ വരുന്ന ചേഞ്ച്. Okay, the factors other than price affect the supply curve in a different manner. These factors cause the supply curve to shift. Of course, this shift also categorized into two, which are leftward and rightward shift. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എടുക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നതിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. പ്രൈസ് അല്ലാതെ മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ട് സപ്ലൈയിൽ വരുന്ന ഷിഫ്റ്റുകൾ, സപ്ലൈയിൽ വരുന്ന ചേഞ്ചസ്. ആ സപ്ലൈയിൽ വരുന്ന ചേഞ്ചസിന് നമ്മളിവിടെ വാക്ക് ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് എന്നാണ്. അപ്പോൾ ഷിഫ്റ്റ് രണ്ട് രീതിയിലും ഷിഫ്റ്റ് വരാം. എങ്ങനെയൊക്കെയാണ്? ഒന്ന് റൈറ്റ് വേർഡ് ഷിഫ്റ്റും വരാം, അതേപോലെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും വരാം. ഓക്കെ, റൈറ്റ് വേർഡ് ഷിഫ്റ്റും വരാം, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും വരാം. നോക്കാം. The shift occurs because the price is constant when studying the effect of other factors on supply. A rightward shift indicates a positive effect on the curve. അപ്പോൾ ഒരു rightward shift വരുന്നത് എന്തുകൊണ്ടാണ്? സപ്ലൈ കർവിൽ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് കാണിക്കാനാണ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ്, ഒരു നെഗറ്റീവ് ഇഫക്റ്റ് കാണിക്കുന്നതാണ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഷിഫ്റ്റ് നമുക്ക് ഇതാണ്. സപ്ലൈ കർവിൻ്റെ ഷിഫ്റ്റ് പൊസിഷൻ കാണിച്ചിരിക്കുകയാണ്. സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സപ്ലൈ കർവിൻ്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ഇൻ സപ്ലൈ. പ്രൈസ് നോക്കിയേ, പ്രൈസ് അറ്റ് ദ സെയിം പ്രൈസ് P1 എന്ന് പറയുന്ന പ്രൈസിൽ, ഇതാണ് P1 എന്ന് പറയുന്ന പ്രൈസ്. ഈ പ്രൈസിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് S1 ആയിരുന്നു. S1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി സപ്ലൈനാണ് Q1 എന്ന് താഴേക്ക് മാർക്ക് ചെയ്തു. സെയിം പ്രൈസിൽ തന്നെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാണ്. ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്തു. സപ്ലൈ S1ൽ നിന്ന് S2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. പ്രൈസിൽ ചേഞ്ച് വന്നതുകൊണ്ടല്ല, സം അതർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ സപ്ലൈ. മറ്റുള്ള കുറച്ച് ഫാക്ടേഴ്സ് സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ സെയിം പ്രൈസിൽ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസർ ഡിസൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ Q1 എന്നുള്ള ക്വാണ്ടിറ്റി സപ്ലൈയിൽ നിന്ന് Q2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഔട്ട്വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ സപ്ലൈ കർവ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഈ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് വന്നത്? സപ്ലൈ ഇൻക്രീസ് ചെയ്തത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? പ്രൈസിൽ ചേഞ്ച് വരാതെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് സപ്ലൈ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്? അപ്പോൾ സപ്ലൈയിൽ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടായത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തു. ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പുതിയ ടെക്നിക്സ് വന്നു. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ഒരു 100 യൂണിറ്റ് ഉണ്ടാക്കുന്ന സ്ഥാനത്ത് നല്ല ടെക്നോളജി ആണെങ്കിൽ ഒരു 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ ഇൻക്രീസ് ചെയ്തു. ദെൻ ഡിക്രീസ് ഇൻ ടാക്സ്. ടാക്സ് കുറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസേഴ്സിന് ഒരു ഇൻസെൻറ്റീവ് ആണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡിക്രീസ് ഇൻ ടാക്സും സപ്ലൈ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു റീസണായി. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കോസ്റ്റ് കുറയാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറയുന്നതും പ്രൊഡ്യൂസേഴ്സിന് ഇപ്പോൾ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് നേരത്തെ മേടിച്ചതിനേക്കാളും ഒരു 6 months മുന്നേ മേടിച്ചതിനേക്കാളും കുറഞ്ഞ കോസ്റ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യാം? ഈ സെയിം പ്രൈസിൽ തന്നെ സപ്ലൈ കൂട്ടുന്നത് കൊണ്ട് നഷ്ടമില്ല. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ ഫേവറബിൾ വെതർ കണ്ടീഷൻ. വെതർ കണ്ടീഷൻ ഫേവറബിൾ ആണെങ്കിൽ അവർ കൂടുതൽ സപ്ലൈ ചെയ്യും. ഇപ്പോൾ ഒരു അഗ്രികൾച്ചറൽ ഫാർമറിനെ സംബന്ധിച്ച് നല്ലൊരു വെതർ കൾട്ടിവേഷൻ ആണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അവർക്ക് സപ്ലൈ കൂട്ടാം, പ്രൈസ് സെയിം ആണെങ്കിൽ പോലും. ഓക്കെ, ദെൻ സെല്ലേഴ്സ് എക്സ്പെക്ടേഷൻ ഓഫ് ഫോൾ ഇൻ പ്രൈസ് ഇൻ ഫ്യൂച്ചർ. അതായത് സെല്ലേഴ്സ് എക്സ്പെക്ട് ചെയ്യാണ് നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ വീണ്ടും പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ കൂടുതൽ സപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാവുക. ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അവർ സപ്ലൈ ചെയ്ത് സ്റ്റോക്ക് തീർക്കുകയാണ്. ഓക്കെ, ഇനി
പ്രൈസ് ഫ്യൂച്ചറിൽ ഫോളോ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ. അപ്പോൾ അതും സപ്ലൈ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ്. അപ്പോൾ അത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള റീസൺസ്. ദെൻ ഇനി സപ്ലൈ കർവിൽ വരുന്ന ഷിഫ്റ്റ് എന്താണ്? സപ്ലൈ കർവിൻ്റെ ഒരു ബാക്ക്വേർഡ് ഷിഫ്റ്റ് വരാം. ബാക്ക്വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കുറയാണ്. സപ്ലൈ കുറയുന്നത് മറ്റുള്ള കുറച്ച് ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് പറഞ്ഞു. പ്രൈസ് സെയിം ആണ്, പ്രൈസിൽ മാറ്റം ഒന്നും വന്നിട്ടില്ല, പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ സപ്ലൈ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് പ്രൈസ് സെയിം പ്രൈസ് തന്നെ കാണിക്കുക. സപ്ലൈ S1 ആണ് ഒറിജിനൽ സപ്ലൈ കർവ്. ഇനി അതിൻ്റെ ഒരു ബാക്ക്വേർഡ് ഷിഫ്റ്റ് കാണിക്കാൻ, ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് കാണിക്കാനായിട്ട് നമ്മളൊരു സപ്ലൈ കർവ് മാർക്ക് ചെയ്തു. S3 എന്ന് മാർക്ക് ചെയ്തു. ഈ ഒരു സപ്ലൈ കർവിലെ ക്വാണ്ടിറ്റി നോക്കിക്കേ. OQ1 ക്വാണ്ടിറ്റി ആയിരുന്നു S1 എന്ന് പറഞ്ഞ സപ്ലൈ കർവിൽ സപ്ലൈ ചെയ്തിരുന്ന ക്വാണ്ടിറ്റി. അത് OQ3 ആയിട്ട് കുറച്ചു. അപ്പോൾ സപ്ലൈ ഇങ്ങനെ ബാക്ക്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സപ്ലൈ കുറയ്ക്കാനായിട്ടുള്ള റീസൺസ് പറയുന്നുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ കുറയ്ക്കുന്നത്? ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഒരു ഓൾഡ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സപ്ലൈ കുറയ്ക്കും. അതായത് അവിടുത്തെ ടെക്നോളജീസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ടെക്നോളജി ഒരുപാട് പഴയ ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നല്ലൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ വരും. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ കുറഞ്ഞു പോകും. 1000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം പിന്നീട് ഔട്ട്ഡേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും മെഷീൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോൾട്ടുകൾ വരിക അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ 1000 ഉണ്ടാക്കിയിരുന്ന മെഷീൻ ഇപ്പോൾ 500 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയി, അതുപോലെ ഓൾഡ് ടെക്നോളജി മെഷീൻസ് ഒക്കെ ഓൾഡായി അങ്ങനെയൊക്കെ വരുമ്പോഴും പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും, സപ്ലൈ കുറയ്ക്കും. ദെൻ ഇൻക്രീസ് ഇൻ ടാക്സ്. ഗവൺമെൻറ് ടാക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഗവൺമെൻറ് ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ പോകും, അവരുടെ ഒരു ഇൻസെൻറ്റീവ് നഷ്ടപ്പെടും. പക്ഷേ കഴിഞ്ഞാൽ ടാക്സ് തന്നെ വലിയൊരു പോർഷൻ ടാക്സ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രൊഡക്ഷൻ മെല്ലെ കുറയ്ക്കും. ദെൻ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ഫാക്ടറി സെപ്പറേഷൻ. ഫാക്ടറി സെപ്പറേഷൻ്റെ കോസ്റ്റ് കൂടുക. ഞാൻ നേരത്തെ പറഞ്ഞു റോ മെറ്റീരിയൽസിൻ്റെ തന്നെ നമുക്ക് എടുക്കാം. റോ മെറ്റീരിയൽസിന് അല്ലെങ്കിൽ അതിന് എംപ്ലോയ് ചെയ്യേണ്ട ലേബറിൻ്റെ കോസ്റ്റ് കൂടുക, വേജ് കൂടുക. ലേബറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേജ് കൂടുക. അങ്ങനെയൊക്കെ വരികയാണെങ്കിലും ഇതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? അതിന് സപ്ലൈ മെല്ലെ റെഡ്യൂസ് ചെയ്യും, സപ്ലൈ കുറയ്ക്കും. പ്രൈസ് എന്ന് പറയുന്നത് അവിടെ പ്രൈസ് എന്ന് പറയുന്ന ഒരു മാറ്ററേ അവിടെ എടുക്കുന്നില്ല. ദെൻ ഈ ഒരു കാരണം കൊണ്ട് പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ അൺഫേവറബിൾ വെതർ കണ്ടീഷൻ. അൺഫേവറബിൾ വെതർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബെറ്റർ വെതർ കണ്ടീഷൻ ആണെങ്കിൽ സപ്ലൈ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നു പറഞ്ഞു. അൺഫേവറബിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലഡൊക്കെ വന്ന പോലെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസേഴ്സിന് അവരുടെ സപ്ലൈ കുറഞ്ഞു വരും, സപ്ലൈ എന്തായാലും കുറയും. ദെൻ സെല്ലേഴ്സ് എക്സ്പെക്ടേഷൻ ഓഫ് പ്രൈസ് ഇൻ ഫ്യൂച്ചർ. ലാസ്റ്റ് പോയിന്റ്, സെല്ലർ എക്സ്പെക്ട് ചെയ്യാണ് ഫ്യൂച്ചറിൽ പ്രൈസ് റൈസ് ചെയ്യും. ഫ്യൂച്ചറിൽ ഒരു നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും ഒരു നെക്സ്റ്റ് 2 months കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ഈ ഒരു കമോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്നുണ്ടെങ്കിൽ സെല്ലർ എന്ത് ചെയ്യാണ്? ഇപ്പം അതിൻ്റെ സപ്ലൈ കുറയ്ക്കുകയാണ്. പ്രൊഡ്യൂസർ അതിൻ്റെ സപ്ലൈ കുറയ്ക്കുകയാണ്. ഇപ്പം അയാൾ സപ്ലൈ ചെയ്യാനായിട്ട് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് അയാൾ വില്ലിങ് അല്ല. ഒരു 2 months വരെ അയാൾ വെയിറ്റ് ചെയ്യാണ്, സ്റ്റോക്ക് ചെയ്യാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു പെരിഷബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ കേസ് അല്ല കേട്ടോ, വെജിറ്റബിൾ ഐറ്റംസ് ആയിട്ടുള്ള പെരിഷബിൾ കമ്മോഡിറ്റീസിൻ്റെ കേസ് അല്ലാത്ത ഐറ്റംസിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ സ്റ്റോക്ക് 2 മാസം കഴിഞ്ഞ് വിൽക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സംഭവിക്കും, കറണ്ട് ആയിട്ടുള്ള സപ്ലൈ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്കിവിടെ ഒരു ബാക്ക്വേർഡ് ഷിഫ്റ്റ് വരാനായിട്ടുള്ള റീസൺ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ചേഞ്ച് ഇൻ സപ്ലൈ ആണ് പറഞ്ഞത്. അതിൽ 2 തരത്തിലുള്ള ചേഞ്ചസ് വരാം. ഒന്ന് പ്രൈസിൽ വരുന്ന ചേഞ്ച് കൊണ്ടും മറ്റത് മറ്റുള്ള ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് കൊണ്ടും. 2 രീതിയിലാണ് സപ്ലൈയിൽ ചേഞ്ച് വരിക. അതിനെ നമുക്ക് 2ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഒന്ന് മൂവ്മെന്റ് അലോങ് ദ സപ്ലൈ കർവ്. മൂവ്മെന്റ് അലോങ് ദ സപ്ലൈ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് സപ്ലൈ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, പ്രൈസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിന് എക്സ്റ്റൻഷൻ എന്നും പ്രൈസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് സപ്ലൈ ഡിക്രീസ് ചെയ്യുന്നതിന് കോൺട്രാക്ഷൻ എന്നും പറയണം. ദെൻ ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവിൻ്റെ കേസിൽ നമ്മൾ 2 എണ്ണം കണ്ടു. ഇൻക്രീസ് ഇൻ സപ്ലൈയും കണ്ടു, അതുപോലെ തന്നെ ഡിക്രീസും കണ്ടു. അതിൽ ഇൻക്രീസ് കാണിക്കാനായിട്ട് നമ്മൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, സപ്ലൈ കർവിൻ്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റും ഡിക്രീസ് കാണിക്കാനായിട്ട് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും കണ്ടു. എന്തുകൊണ്ടാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറച്ച് പോയിന്റ്സ് കണ്ടു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, ബാക്ക്വേർഡ് ഷിഫ്റ്റ് വരുന്നത് എന്നുള്ളതിൻ്റെ പോയിന്റ്സും കണ്ടു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.